മമ്മി ഇങ്ങോട്ട് വിളിക്കുന്നോ? ഹലോ മമ്മി. ആ മോളെ, എങ്ങനെയുണ്ട് ഇപ്പോ? ഇന്നലെ ഉറങ്ങിയോ നീ? ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഇന്ന് നേരത്തെ എഴുന്നേക്കുകയും ചെയ്തു. അവിടെ പിന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നവീനുമായിട്ടോ മറ്റോ? നവീനുമായിട്ട് എനിക്ക് എന്താ പ്രശ്നം? ഇന്നലെ മോളല്ലേ മമ്മിയെ വിളിച്ച് സംസാരിച്ചതൊക്കെ? മമ്മി, ഞാൻ മമ്മിയെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളത് നേരാ. അത് അത്രയും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരില് നവീനെ വിട്ട് പോവാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാനിപ്പോ രാവിലെ നവീനോട് എല്ലാം സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തതാ. ഇന്ന് വൈകുന്നേരം നവീനോട് നേരത്തെ വരാനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാ. അപ്പോ എന്റെ മനസ്സൊന്ന് ഫ്രഷ് ആവില്ലേ? ഇപ്പൊ കണ്ടോ, ആരുടെ ഉപദേശം കേൾക്കാതെ സ്വയം തീരുമാനം എടുക്കാനായിട്ടൊക്കെ പറ്റുന്നില്ല നിനക്ക്. ഇക്കാര്യാണ് മമ്മി കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ? സോറി മമ്മി, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതില് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ മനസ്സ് വല്ലാതാവുമ്പോ വേറെ എന്താ ഞാൻ ചെയ്യാ? അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലെ കളരിക്കലുള്ള എല്ലാവരോടും സംസാരിക്കണം. ഗാഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോന്ന് സംശയിക്കുന്നവർക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, പഴയ ഗാഥ തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മനസ്സിലായോ? അത് ഞാൻ ഏറ്റു മമ്മി. അവള് കുറച്ചു കാലം ഇവിടെ നിന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ വീടിനകത്ത് കിടപ്പുണ്ട്. അത് ഞാൻ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തോളാം. അതിന് ഞാൻ കുറച്ച് അഭിനയിക്കേണ്ടി വരും. അത് സാരമില്ല, എല്ലാം നമ്മൾ അറിഞ്ഞ് ചെയ്തത് തന്നെയല്ലേ. കൃഷ്ണയുടെ വേഷം കഴിഞ്ഞു. ഇനി ജീവിതാവസാനം വരെ നവീന്റെ കൂടെ മോളാണ്. ഭർത്താവിനെയും അവന്റെ കുടുംബത്തെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. ഓക്കെ മമ്മി, ഞങ്ങൾ പുറത്തു പോയി വന്നിട്ട് ഞാൻ മമ്മിയെ വിളിക്കാം കേട്ടോ? ശരി മോളെ. പിന്നെ ഇന്നലെ മമ്മി ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നും എനിക്കറിയാം. ഇന്നതൊക്കെ ചെയ്തോണം കേട്ടല്ലോ? ഉഴപ്പരുത്. എനിക്ക് അതിശയാണ് കുട്ടി നിന്റെ കാര്യം. ഈ മാറ്റം കാണുമ്പോ സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഇനിയും മാറും മമ്മി, ധൈര്യമായിട്ടിരുന്നു. സിനി, മോൾ എന്തോരം സന്തോഷത്തോടെ സംസാരിച്ചെന്നറിയോ? അവളുടെ പ്രശ്നങ്ങളൊക്കെ മാറി. എല്ലാം അവൾ ഉൾക്കൊള്ളാനായിട്ട് തീരുമാനിച്ചെന്ന്. അതാ ഏറ്റവും വലിയ സന്തോഷം. അതല്ലേ മാം നമ്മള് കാത്തിരുന്നത്. സിനി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. മനസ്സ് നിറഞ്ഞ് എന്തെങ്കിലും കഴിക്കണം. ഇപ്പൊ എടുക്കാം മാം. അതെ, കാര്യമായിട്ട് എന്തെങ്കിലും എടുത്തോ കേട്ടോ. മാമിന്റെ വിശപ്പും ദാഹവും ഒക്കെ തീരുമാനിക്കുന്നത് ഗാഥാ മാഡം ആണല്ലേ? വിശപ്പും ദാഹവും മാത്രമല്ല, എന്റെ പ്രാണൻ നിലനിൽക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന പോലും അവളാ. അവളുടെ മനസ്സിന് സ്വസ്ഥത ഇല്ലാണ്ടായ എനിക്ക് എന്ത് ജീവിതം സിനി? മാമിനെ ഇങ്ങനെ കാണാൻ എന്ത് രസം. ഗാഥാ മാഡത്തിന്റെ കാര്യം പറഞ്ഞ് ചിരിക്കുമ്പോ ശരിക്കും വല്ലാത്തൊരഴക.